സന്തോഷിച്ചത് മഹാന്മാരായ അഇമ്മത്ത് പണ്ഡിതന്മാർ അവിടുത്തെ കിതാബിന്റെ അകത്ത് രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ കഴിയും. എന്റെ പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പടക്കാൻ വേണ്ടി അല്ലാഹു മണ്ണെടുത്തത് പരിശുദ്ധമായ മദീനയിൽ നിന്നിട്ടാണ്. അതുകൊണ്ടല്ലേ മദീനക്കാണോ മക്കക്കാണോ ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠതയെന്ന് പണ്ഡിത ലോകം ചർച്ച ചെയ്യുന്നുണ്ട്. ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു പോലത്തെ മഹാന്മാർ പറഞ്ഞത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കിടന്നിറങ്ങുന്ന പരിശുദ്ധ മദീന, ആ മദീനയിലെ പ്രവാചകന്റെ ഹുജ്റത്ത് ശരീഫ് കിടക്കുന്ന റൗള കിടക്കുന്ന മണ്ണിനാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ പവറുള്ളതെന്ന് പണ്ഡിത ലോകം നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകനെ പടക്കാനുള്ള മണ്ണെടുക്കാൻ വേണ്ടി അല്ലാഹു പറഞ്ഞു വിട്ടത് ബഹുമാനപ്പെട്ട മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെയാണ്. അൽ-വഫാ എന്ന കിതാബിന്റെ അകത്ത് മഹാന്മാർ രേഖപ്പെടുത്തുന്ന മനോഹരമായ രംഗമാണ് നിങ്ങളെ മുമ്പിൽ ഞാൻ പറഞ്ഞു തരുന്നത്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൂടെ 70 മാലാഖമാരെ പടച്ച തമ്പുരാൻ പറഞ്ഞു വിട്ടു. എന്തിനു വേണ്ടി? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പടക്കണം, അതിന്റെ മണ്ണ് മദീനയിൽ നിന്ന് എടുക്കണം. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചു, മദീനയിൽ നിന്ന് ഏത് ഭാഗത്തിൽ നിന്നാണ് റബ്ബേ ഞങ്ങൾ മണ്ണെടുക്കേണ്ടത്? മദീന വിശാലമായ മരുഭൂമിയല്ലേ, വിശാലമായ മനോഹരമായ രാജ്യമല്ലേ, ആ മദീനയുടെ ഏത് ഭാഗത്തിൽ നിന്നാണ് പ്രവാചകരെ പടക്കാനുള്ള മണ്ണിനെ ഞങ്ങൾ എടുക്കേണ്ടതല്ലോ? അല്ലാഹു പറഞ്ഞു, ജിബ്രീലേ നിങ്ങൾ മദീനയിലേക്ക് ചെല്ലുക. മദീനയുടെ മണ്ണിലേക്ക് നിങ്ങൾ ഇങ്ങനെ പറന്നിറങ്ങുമ്പോൾ ആ മദീനയിൽ നിന്ന് ആകാശലോകത്തേക്ക് ഒരു പ്രകാശം ഇങ്ങനെ വരുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ആ പ്രകാശം വരുന്ന സ്ഥലത്ത് നിന്ന് 3 പിടി മണ്ണിനെ, എന്റെ പ്രവാചകരെ പടക്കാനുള്ള, എന്റെ റസൂലിനെ പടക്കാനുള്ള 3 പിടി മണ്ണിനെ നിങ്ങൾ എടുക്കണം. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമും 70 മാലാഖമാരും അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം മദീനയിലേക്ക് ഇങ്ങനെ ഇറങ്ങി ചെല്ലുകയാണ്. മദീനയുടെ മണ്ണിലേക്ക് എത്തിയപ്പോൾ മനോഹരമായ പ്രകാശം മുകളിലേക്ക് വരുന്ന രംഗം കണ്ട് തക്ബീർ ചൊല്ലി മർഹബ പാടിയിട്ട്, പ്രവാചകരുടെ പേരിൽ മർഹബ പാടിയിട്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമും 70 മാലാഖമാരും മദീനയിൽ ചെന്നിട്ട് 3 പിടി മണ്ണ് വാരിയെടുത്തു. ആ 3 പിടി മണ്ണ് വാരിയിട്ട് അല്ലാഹുവിന്റെ സമീപത്തേക്ക് ചെന്നു. റബ്ബേ, നീ പറഞ്ഞതുപോലെ മുഹമ്മദ് എന്ന മനോഹരമായ പ്രവാചകനെ പടക്കാനുള്ള പരിശുദ്ധമായ മണ്ണുമായിട്ടാണ് ഞങ്ങൾ വന്നത്. അല്ലാഹു പറഞ്ഞു, മലക്കുകളെ ഈ മണ്ണിനെ നിങ്ങൾ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണം. കാരണം ഈ മണ്ണ് സാധാരണ മണ്ണല്ല. ഈ മണ്ണ് നമ്മുടെ ദുനിയാവിന്റെ അകത്ത് നിന്ന് പടച്ച തമ്പുരാൻ ഏറ്റവും കൂടുതൽ പവർ കൊടുത്ത മണ്ണാണ്. അല്ലാഹുവിന്റെ പ്രവാചകരെ പടക്കാനുള്ള മണ്ണാണ്. അതുകൊണ്ട് കൊണ്ടുപോകണം സുഖലോക സ്വർഗത്തിലേക്ക്. അല്ലാഹുവിന്റെ മാലാഖമാര് പരിശുദ്ധ പ്രവാചകരെ പടക്കാനുള്ള 3 പിടി മണ്ണിനെ സ്വർഗീയ ലോകത്തേക്ക് കൊണ്ടുപോവുകയാണ്. സ്വർഗലോകത്തേക്ക് കൊണ്ടുപോയി എന്ന് മാത്രമല്ല, സ്വർഗത്തിലെ തസ്നീം എന്ന പേരുള്ള മനോഹരമായ നദിയിൽ മുത്തുനബിയെ പടക്കാനുള്ള മണ്ണിനെ 3 തവണ മുക്കിയെടുക്കുകയാണ്. അതിനുശേഷം അല്ലാഹു പറഞ്ഞു, മലക്കുകളെ തീർന്നിട്ടില്ല. തസ്നീം എന്ന നദിയിൽ നിങ്ങൾ മുക്കിയെടുത്തതിന് ശേഷം ഈ മണ്ണിനെ നിങ്ങൾ ഹൗദുൽ കൗസറിന്റെ സമീപത്തേക്ക് കൊണ്ടുപോകണം. 120 സഫുകളുള്ള 8 കവാടങ്ങളുള്ള പടച്ച തമ്പുരാന്റെ സുഖലോക സ്വർഗം. സങ്കടമെന്താണ്, വിഷമമെന്താണ്, പ്രയാസമെന്താണ്, കണ്ണുനീരെന്താണെന്നറിയാത്ത, എന്ത് ആഗ്രഹിച്ചാലും പടച്ച തമ്പുരാൻ നമ്മുടെ മുമ്പ് കൊണ്ടുതരുന്ന, എന്ത് മനസ്സിന്റെ അകത്ത് ആഗ്രഹിച്ചു പോയാലും ആ ആഗ്രഹം പൂർത്തിയാകുന്നതിന്റെ മുമ്പേ നമ്മുടെ മുമ്പിലേക്ക് അല്ലാഹു അതിന്റെ ഉത്തരം ചെയ്യുന്ന മനോഹരമായ സ്വർഗം. ആ സ്വർഗത്തിലെ ഏറ്റവും വലിയ പദവിയാണ് ജന്നാത്തുൽ ഫിർദൗസ്. ജന്നാത്തുൽ ഫിർദൗസിലേക്ക് ജിബ്രീലേ നിങ്ങൾ കടന്നുപോയാൽ അവിടെ സ്വർണ്ണത്തിനാലെ പണിത് ചെയ്തു വെച്ച 2 മനോഹരമായ ബിൽഡിങ്ങുകൾ കാണാം. അതിന്റെ മധ്യഭാഗത്താണ് എന്റെ പ്രവാചകർക്ക് കൊടുത്ത ഹൗദുൽ കൗസർ ഉള്ളത്. ആ ഹൗദുൽ കൗസറിൽ ചെന്നിട്ട് പ്രവാചകരെ പടക്കാനുള്ള മണ്ണിനെ നിങ്ങൾ 3 തവണ മുക്കിയെടുക്കണം. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ചെന്നു. മുത്തുനബിയെ പടക്കാനുള്ള മണ്ണല്ലയോ ഹൗദുൽ കൗസറിന്റെ അകത്ത് മുക്കിയെടുത്തു. ഹൗദുൽ കൗസറിൽ നിന്ന് മുക്കിയെടുത്തപ്പോൾ മഹാന്മാരായ പണ്ഡിതന്മാരെ പറയുന്നു, പ്രവാചകരെ പടക്കാനുള്ള മണൽ തരികളിൽ നിന്ന് ഒരു മണൽ തരി ഹൗദുൽ കൗസറിന്റെ സമീപത്ത് വീണുപോയി എന്നാണ്. ആ മണൽ തരി സ്വർഗലോകത്തിന്റെ മണ്ണിൽ വീണതുകൊണ്ടാണ് അല്ലാഹുവിന്റെ സുഖലോക സ്വർഗത്തിന് കസ്തൂരിയുടെ വാസന ലഭിക്കാൻ കാരണം. അന്ന് മദീനയിൽ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രവാചകരെ പടക്കാനുള്ള മണ്ണുമായിട്ട് 70 മാലാഖമാരുടെ അകമ്പടിയോടെ അല്ലാഹുവിന്റെ സുഖലോക സ്വർഗത്തിലേക്ക് കടന്നുപോയപ്പോൾ ഹൗദുൽ കൗസറിൽ നിന്ന് മുക്കിയെടുത്തപ്പോൾ ഒരു മണൽ തരി സ്വർഗത്തിൽ വീണതുകൊണ്ടാണ് ഇന്നും ഹൗദുൽ കൗസറിന്റെ പരിസരം കസ്തൂരിയുടെ വാസനയാണെന്ന് ലോകത്തിന്റെ നൂറേ നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ പ്രവാചകരെ പടക്കാനുള്ള മനോഹരമായ മണ്ണുമായിട്ട് അല്ലാഹുവിന്റെ സ്വർഗീയ സ്വാഗത തസ്നീം എന്ന പേരുള്ള നദിയിൽ നിന്ന് മുക്കിയെടുത്തതിനു ശേഷം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പടക്കാനുള്ള മനോഹരമായ മണ്ണിന് മദീനയിൽ നിന്ന് ആ തസ്നീം എന്ന നദിയിൽ നിന്ന് മുക്കിയെടുത്തതിനു ശേഷം അല്ലാഹുവിന്റെ ഹൗദുൽ കൗസറിൽ നിന്ന് മുക്കിയെടുത്തതിനു ശേഷം മാലാഖമാർ വന്ന് പറയുകയാണ്, ജിബ്രീലേ, നിങ്ങളെ കയ്യിൽ നിന്ന് പ്രകാശിക്കുന്ന മണ്ണ് ഏതാണ്? ഇന്നവരെ ഞങ്ങൾ അങ്ങനെ മണ്ണ് കണ്ടിട്ടില്ലല്ലോ അല്ലാഹ്. ഈ സ്വർഗ്ഗലോകത്തിൽ നിന്ന് തങ്ങളെ കയ്യിൽ നിന്ന് പ്രകാശിക്കുന്ന ഈ മണ്ണ് ഏതാണ് ജിബ്രീൽ? ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, ഇത് പ്രവാചകനെ പടക്കാനുള്ള മണ്ണാണ്, പ്രവാചകരെ പടക്കാനുള്ള മണ്ണാണ്, ഇത് മദീനയിൽ നിന്ന് കൊണ്ടുവന്ന മണ്ണാണ്. മദീനയിൽ നിന്ന് മുത്തുനബിയെ പടക്കാനുള്ള മണ്ണ് കൊണ്ടുവന്ന വാർത്തറിഞ്ഞപ്പോ അല്ലാഹുവിന്റെ സുഖലോക സ്വർഗ്ഗത്തുള്ള മാലാഖമാര് വരിവരിയായിട്ട് പറന്നു വരികയാണ്. മർഹബൻ യാ റസൂലല്ലാഹ്, മർഹബൻ യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ സ്വർഗ്ഗലോകത്തിൽ നിന്ന് ആദ്യമായി മർഹബ പാടിയതാരാണ്? അല്ലാഹുവിന്റെ മാലാഖമാരാണ്. പ്രിയപ്പെട്ടവരെ, പ്രവാചകനെ പടക്കുന്നു എന്ന വാർത്തറിഞ്ഞപ്പോ പടച്ചു തമ്പുരാന് സ്വർഗ്ഗലോകത്തിൽ നിന്ന് അല്ലാഹുവിന്റെ മാലാഖമാരെ മർഹബ പാടിയിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടല്ലേ മനോഹരമായ റബീഉൽ അവ്വൽ മാസത്തിൽ ഇടമറിയാതെ 8 വർഷമായി ഈ സന്മനസ്സിന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ കൂടിയിട്ട് മുത്ത് റസൂലുള്ളാഹിന്റെ പേരിൽ അവിടുത്തെ പ്രവാചകത്തിന്റെ പ്രവാചക ചരിത്രം എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ മുമ്പിലേക്ക് മുത്ത് റസൂലുള്ളാഹിന്റെ ചരിത്രങ്ങൾ നമുക്ക് പറഞ്ഞു തരാ. ഇങ്ങനെയുള്ള മനോഹരമായ വേദി ഒരുക്കുന്നതെന്തിനാണ്? നമ്മൾ മർഹബ പാടിയതെന്തിനാ? ഇന്നത്തെ സന്മനസ്സിന്റെ നബിദിനത്തിന്റെ പ്രോഗ്രാം തുടക്കം കുറിച്ചത് അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേരിലുള്ള മനോഹരമായ ബുറുദയുടെ വരികളെ കൊണ്ടാണ്. ആരാ നമുക്കിത് പറഞ്ഞു തന്നാരാ? ആരാണ് നമുക്കിത് പഠിപ്പിച്ചു തന്നത്? പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ നിന്ന് മാലാഖമാരെ മർഹബ പാടിയതാണ്. അല്ലാഹുവിന്റെ സ്വർഗ്ഗലോകത്തിൽ നിന്ന് മലക്കുകൾ ആദ്യം മർഹബ പാടിയത് കൊണ്ടാണ് ഇന്നും റബീഉൽ അവ്വൽ വരുമ്പോൾ നമ്മൾ മർഹബ പാടുന്നത്. റബീഉൽ അവ്വൽ വരുമ്പോൾ നമ്മൾ തോലൽ ബദർ വൈത്ത് പാടുന്നത് നമുക്ക് കാണിച്ചു തന്നത് മലക്കുകൾ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാത്തിനും വലിയ ബറക്കത്താണ്, എല്ലാത്തിലും ബറക്കത്താണ്. മുത്തുനബിയുടെ പേരില്ലാതെ ഒരു ഇബാദത്തും അല്ലാഹു കബൂലാക്കില്ല. ബാങ്ക് കബൂൽ ചെയ്യണമെങ്കിൽ പ്രവാചകന്റെ മനോഹരമായ പേര് വേണം. നമ്മൾ നമസ്കരിക്കുന്ന 5 വക്ത് നമസ്കാരം അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകാര്യത ലഭിക്കണമെങ്കിൽ ഓരോ അത്തഹിയാത്തിലും അസ്സലാമു അലൈക അയ്യുഹൻ നബിയു, മദീനയിൽ കിടക്കുന്ന മുത്തുനബി മുഹമ്മദ് മുസ്തഫ നല്ല ശബ്ദത്തിൽ, നമ്മുടെ ശബ്ദമൊക്കെ നാളെ പരലോകത്തിൽ നിന്ന് നമുക്ക് വേണ്ടി അനുകൂലമായി സാക്ഷി പറയണം. നല്ല ഉച്ചത്തിലെ സ്വലാത്തിൽ നിറഞ്ഞ സദസ്സല്ലേ, നല്ല ശബ്ദത്തിൽ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് വേണം. അവിടത്തേക്ക് സ്വലാത്തും സലാമും പറയാതെ ഒരാളെ നമസ്കാരം അല്ലാഹു കബൂലാക്കില്ല. ഈ ഭൗതിക ലോകത്തേക്ക് ഒരു കുഞ്ഞ് പ്രസവിക്കപ്പെട്ട വീണ ഉടനെ അവന്റെ വലത് ചെവിയിൽ പാങ്ക് കൊടുക്കുമ്പോൾ അല്ലാഹു അക്ബർ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ പറയുന്നത് അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. അതിന്റെ തത്വമാണ് ലാ ഈമാന ലിമൻ ലാ മഹബ്ബത ലഹു. പ്രവാചകരോടുള്ള മഹബ്ബത്ത് പരിപൂർണമല്ലാതെ ഒരാളെ ഈമാനും അല്ലാഹു കബൂൽ ചെയ്യില്ല എന്ന് മുത്തു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവേ, അവിടത്തോടുള്ള മഹബ്ബത്ത് ഞങ്ങൾക്ക് നീ വർദ്ധിപ്പിച്ചു തരണേ അല്ലാഹ്. മുത്തുനബിയുടെ പൊരുത്തമുള്ള സദസ്സായിട്ട് ഞങ്ങൾ ഓരോരുത്തരെയും, ഈ സദസ്സിൽ വന്ന ഓരോ ഉപ്പമാരെയും ഉമ്മമാരെയും ചെറുപ്പക്കാരെയും കുഞ്ഞു മക്കളെയും നീ മുത്തുനബിയെ കൊണ്ട് അനുഗ്രഹിക്കണേ അല്ലാഹ്. നമ്മൾ തുടങ്ങുകയാണ് പരിശുദ്ധമായ മദീന, മദീനയുടെ കഥ തുടങ്ങുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയ മനോഹരമായ രംഗങ്ങളാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇവിടെ പറയുന്നത്. മക്കയിലെ അല്ലമീനായി ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം. യഥാർത്ഥത്തിൽ അല്ലമീൻ എന്ന പേര് മുത്തുനബിയുടെ മാതാപിതാക്കളെ വെച്ച പേരല്ല, സ്വന്തം നാട്ടുകാര് മുത്തുനബിയുടെ സ്വഭാവം കണ്ടിട്ട് വെച്ച പേരാണ്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാവർക്കും വേണ്ടപ്പെട്ടവരായിരുന്നു. പക്ഷേ മക്കക്കാര് തന്നെ മുത്തുനബിയെ എതിർക്കാൻ തുടങ്ങിയത് എപ്പോഴാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഇസ്ലാമിന്റെ സന്ദേശം ജനങ്ങൾക്ക് പകർന്നു കൊടുക്കാൻ തുടങ്ങിയത് മുതലാണ് മുത്തുനബിക്ക് കല്ലേറ് ലഭിക്കാൻ തുടങ്ങിയത്. മുത്തുനബിയെ യതീമെന്ന് വിളിച്ച്, ഭ്രാന്തനെന്ന് വിളിച്ച് പ്രവാചകന്റെ മനസ്സ് വേദനിപ്പിച്ചപ്പോൾ അല്ലാഹു പറഞ്ഞു, നബിയെ, ഇനി തങ്ങൾ മക്കയിൽ നിന്ന് മദീനത്തേക്ക് ഹിജറ പോകണം തങ്ങളെ.
പരിശുദ്ധമായ പിറന്ന നാടാകുന്ന പരിശുദ്ധമായ മക്ക, ആ മക്കയിൽ നിന്ന് മദീനത്തേക്ക് അല്ലാഹുവിന്റെ തീരുമാനം വരികയാണ്. മദീനയിലേക്ക് ഹിജ്റ പോകണം. കാരണം മുഹമ്മദിന്റെ തലയെടുക്കുന്നവർക്ക് 100 ഒട്ടകങ്ങളെ പാരിതോഷികമായിട്ട് മക്കയിലെ ശത്രുക്കളെ പ്രഖ്യാപനം നടത്തിയ സമയമാണ്. ആരാണ് മുഹമ്മദിന്റെ തലയെടുക്കുന്നവരെ? അവർക്ക് ഈ മക്കയുടെ മണ്ണിലെ ഏറ്റവും വലിയ വിലപിടിപ്പുള്ള 100 ഒട്ടകങ്ങൾ ഞങ്ങൾ തരുമെന്ന് പറഞ്ഞ സമയമാണ്. രാത്രി സമയത്ത് പ്രവാചകർ മദീനത്തേക്ക് പോവാൻ ഒരുങ്ങുകയാണ്. ആദ്യമായിട്ട് മുത്തുനബി മക്കയിൽ നിന്ന് മദീനത്ത് പോകുമ്പോ ആദ്യമായി ചെന്നത് എങ്ങോട്ടെന്നറിയോ? പരിശുദ്ധമായ മക്കയുടെ കൈബാലയത്തിന്റെ സമീപത്താണ്. കഅബാലയത്തിന്റെ സമീപത്ത് എന്നിട്ട് കഅബയുടെ കില്ല പിടിച്ചുകൊണ്ട് കരയുകയാണ്. അസ്സലാമു അലൈക്കും യാ കഅബ, ഞാൻ പോവുകയാണ് കഅബ, ഞാൻ പോവുകയാണ് കഅബ. എന്നോട് വിരോധമുള്ളത് കൊണ്ടല്ല കഅബ, എന്നോട് മനസ്സിന്റെ അകത്ത് ദേഷ്യമുള്ളത് കൊണ്ടല്ല കഅബ, എന്നെ ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല, എന്നോട് മനസ്സിന്റെ അകത്ത് വൈരാഗ്യമുള്ളത് കൊണ്ടല്ല കഅബ. ഞാൻ മക്കയിൽ നിന്ന് പിറന്ന നാടായ മക്കയിൽ നിന്ന് മദീനത്തേക്ക് ഞാൻ പോവുകയാണ്. ഇൻഷാ അല്ലാഹ് കുറച്ചു കാലം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരുന്നതാണ് കഅബ. എന്നെ വേർപിരിയാ പ്രവാചകരെ കൊണ്ട് കഴിയില്ല കഅബ എന്ന് പറഞ്ഞിട്ട് കഅബാലയത്തിന്റെ കില്ല പിടിച്ച് പൊട്ടിക്കരഞ്ഞ അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് പോവുകയാണ്. രാത്രി സമയത്താണ് മദീനത്തേക്ക് പോകുന്നത്. മദീനയിലേക്ക് പോകുന്നതിന് മുമ്പ് മുത്ത് റസൂലുള്ള ചെന്നത് എങ്ങോട്ടെന്നറിയോ? അവിടുത്തെ കളിക്കോട്ടുകാരനായ സഹസഞ്ചാരിയായ ഇണക്കുരുവിയായ സയ്യിദനാ അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ ഭവനത്തിലേക്കാണ്. സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കതക് എന്നിട്ട് മുട്ടി. രാത്രി സമയമാണ്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹുവിന്റെ കതക് തുറക്കുകയാണ്. ആരാണ്? അല്ലാഹ്. ഈ രാത്രി സമയത്ത് എന്റെ വീടിന്റെ കതക് മുട്ടുന്നത്. സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ആ അനുഭവം പറയുകയാണ്. അത്ഭുതമേ, മഹാ അത്ഭുതമേ, എന്നവരെ കാണാത്ത പ്രകാശം ഞാൻ എന്റെ കതകങ്ങ് തുറന്നപ്പോ എന്റെ വീട്ടിലേക്ക് അടിച്ചു കയറി സഹാബ. കാരണം എന്തെന്നറിയോ? ആ പാതിരാ സമയത്ത് എന്റെ വീടിന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നതാരാണ്? ലോകത്തിൽ അമ്പിളി തിങ്കളെ നബി മുഹമ്മദ് മുസ്തഫ, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറയാ, പ്രവാചകൻ എന്റെ വീടിന്റെ മുമ്പിൽ ഇരിക്കുന്നു. ഞാൻ അങ്ങ് വാതിൽ തുറന്നപ്പോ ആ മുഖത്തുള്ള പ്രകാശം വീട്ടിലേക്ക് അങ്ങ് പ്രസ് ചെയ്ത് കയറി. അല്ലാഹുവേ, എന്തൊരു പ്രകാശമാണ് ആ മുഖത്തിന്. അത് കാണാതെ ഞങ്ങൾ ഇനി മരിപ്പിക്കില്ല റബ്ബേ. ഈ കണ്ണുകളിൽ നബിയെ കാണാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. അങ്ങനെ മുത്തുനബി ചോദിച്ചു, ഞാൻ മദീനത്തേക്ക് പോവാ സിദ്ദീഖ്, നിങ്ങൾ വരുന്നു? നിങ്ങൾ വരുന്നോ? ഞാനുണ്ട് നബിയെ. നിങ്ങൾ തനിച്ചു പോവാൻ പാടില്ല, നിങ്ങൾ തനിച്ചു പോവാൻ പാടില്ല. കാരണം മോണിറ്റർ അല്പം കൂടി കൂട്ടിട്ടോ. അൽഹംദുലില്ലാഹ്, അല്ലാഹു ഓപ്പറേറ്റർ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആമീൻ പറയും, നല്ല ബർക്കത്ത് ചെയ്യട്ടെ. മോണിറ്റർ പരമാവധി കൂട്ടിക്കോട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറഞ്ഞു, നബിയേ, ഞാനുണ്ട്, തങ്ങൾ തനിച്ചു പോവല്ല റസൂലേ. ഈ രാത്രി സമയത്ത് തങ്ങൾ തനിച്ചു പോവാൻ പാടില്ല. അങ്ങനെ മുത്തുനബിയുടെ കൈ പിടിച്ചുകൊണ്ട് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു മക്കയിൽ നിന്ന് ഇറങ്ങുകയാണ് മദീനയ്ക്ക്. രാത്രി സമയം എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയില്ല. ഒരുപാട് നടന്നു പോവുകയാണ്. നടന്നു പോകുന്ന സമയത്തുണ്ടായ അനുഭവങ്ങൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. രാത്രി സമയത്തല്ലേ, ടോർച്ചുകളില്ലല്ലോ, ലൈറ്റുകളില്ലല്ലോ, വിളക്ക് കാണിക്കാനൊരു മെഴുകുതിരി പോലുമില്ലല്ലോ. എന്നാലും സിദ്ദീഖുൽ അക്ബർ തങ്ങളെ പറയുകയാണ്, ഞാൻ എന്റെ പ്രവാചകന്റെ കൈ പിടിച്ചുകൊണ്ട് മദീനത്തേക്ക് പോകുമ്പോ ഞാനാണ് മുന്നിൽ നടക്കുന്നത് സഹാബാ. എന്റെ മുത്തുനബി എന്റെ പിന്നിലാണ്. എന്റെ പ്രവാചകന്റെ മുഖത്തിന്റെ പ്രകാശം കൊണ്ട്, ആവർണ്ണ പ്രശോഭമായ മുഖത്തിന്റെ ലൈറ്റ് കൊണ്ടാണ് ഞങ്ങൾ രാത്രി സമയത്ത് മദീനത്തേക്കുള്ള വഴി കണ്ടുപിടിച്ചത് സഹാബാ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആ ചരിത്രം പഠിച്ചതല്ലേ? മദീനയിലേക്ക് യാത്ര പോകും വഴിയല്ലേ മനോഹരമായ സൗർ പർവ്വതത്തിന്റെ മുകളിൽ മുത്ത് റസൂലുള്ള കയറിയത്. എന്നാൽ ആ സൗർ പർവ്വതത്തിന്റെ മുകളിൽ കയറുന്നതിന് മുമ്പ് മക്കയിൽ ഒരു അത്ഭുതം നടക്കുകയാണ്. സൗർ പർവ്വതത്തിന്റെ മുകളിലേക്ക് കയറുന്നതിന് മുമ്പ് രാത്രി സമയത്ത് ഒരുപാട് നടന്നു പോകുമ്പോ ഏറ്റവും വലിയൊരു അത്ഭുതം നടന്നത് എന്തെന്നറിയോ? എന്റെ പ്രിയപ്പെട്ടവർ നല്ല ശബ്ദത്തിൽ ഒരു സ്വലാത്ത് ചൊല്ലി, ഈ സ്വലാത്ത് ചൊല്ലിയിട്ട് മക്കയിൽ നിന്ന് മദീനത്തേക്ക് പോകുമ്പോ ഉണ്ടായ ഒന്നാമത്തെ അനുഭവം ഇൻഷാ അല്ലാഹ് ഈ മനോഹരമായ സദസ്സിനെ പറയാൻ പോവുകയാ. മദീന കേൾക്കട്ടെ, പ്രവാചകർ നമ്മെ കാണട്ടെ. നല്ല ശബ്ദത്തിൽ ഒരു സ്വലാത്ത്, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. അല്ലാഹു
അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ ഈ സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ രോഗങ്ങൾക്ക് ശിഫ നൽകണം അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ടവരെ, ആദ്യമായിട്ട് പ്രവാചകർക്കുണ്ടായ അനുഭവം എന്തെന്നറിയോ? മക്കയിൽ നിന്ന് രാത്രി സമയത്ത് മദീനത്തേക്ക് പോകുമ്പോ ഒരു ചെറിയ പാറ കാണുകയാണ്. സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറഞ്ഞു, നബിയേ അവിടെ ചെറിയൊരു പാറയുണ്ട് തങ്ങളെ, നമുക്കവിടെ ഒളിച്ചിരിക്കാം. കാരണം ശത്രുക്കൾ 4 ഭാഗത്ത് നമ്മെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 4 ഭാഗത്തും ഇസ്ലാമിന്റെ ശത്രുക്കൾ നമ്മെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് പ്രവാചകനും സിദ്ദീഖുൽ അക്ബർ തങ്ങളും ആ ചെറിയ പാറയുടെ സമീപത്തേക്ക് പോവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യം ആ പാറയുടെ ഉള്ളിലേക്ക് ഇറങ്ങി. ചെറിയ പാറയാണ്. അല്ലാഹുവേ, ഒരാൾക്ക് മാത്രം താമസിക്കാൻ സൗകര്യമുള്ള പാറയാണ്, ഒരാൾക്ക് മാത്രം നിൽക്കാനുള്ള സ്പേസ് ഉള്ള പാറയാണ്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ആ പാറയുടെ പുറത്താണ്. നബിയേ, നിങ്ങൾ ആ പാറയുടെ ഉള്ളിൽ ഇരിക്കണം തങ്ങളെ, ഞാൻ പുറത്ത് കാവലിരിക്കാൻ നബിയേ. ശത്രുക്കൾ തെരഞ്ഞു വന്നാൽ അങ്ങേക്കൊരു അപകടവും സംഭവിക്കല്ലേ, ഞാനുണ്ട് റസൂലേ, ഈ പാറയുടെ പുറത്ത് ഞാൻ കാവലിരിക്കാൻ നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് പാതിരാ സമയത്ത് പ്രവാചകർ ആ പാറയുടെ ഉള്ളിലിരിക്കുകയാണ്. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് അസ്സലാമു അലൈക്കും യാ റസൂലല്ലാഹ്, നബിയേ ഇവിടെ ഇരിക്കല്ലേ തങ്ങളെ, ഇരിക്കല്ലേ, രക്ഷപ്പെടണം തങ്ങളെ, രക്ഷപ്പെടണം നബിയേ, ഇവിടെ ഒളിച്ചിരിക്കല്ല തങ്ങളെ, ഞാൻ ചെറിയൊരു പാറയാണ് നബിയേ. ഇസ്ലാമിന്റെ ശത്രുക്കൾ 4 ഭാഗത്തും അങ്ങ് തെരഞ്ഞുകൊണ്ടിരിക്കുകയാ. ആ പാറയുടെ പുറത്തുള്ള സിദ്ദീഖ് തങ്ങളെ എങ്ങാനും അവരെ കണ്ടു കഴിഞ്ഞാ, ആ ശത്രുക്കൾ വന്ന് തങ്ങളെങ്ങാനും ആക്രമിച്ചു കഴിഞ്ഞാൽ അത് സഹിക്കാൻ എനിക്ക് കഴിയൂല റസൂലേ. ഈ മക്കയുടെ മണ്ണിൽ വലിയ പർവ്വതങ്ങളുണ്ട് നബിയേ, വലിയ പാറകളുണ്ട് നബിയേ, അതുകൊണ്ട് തങ്ങൾ ഇവിടുന്ന് രക്ഷപ്പെടണം നബിയേ എന്ന് പറഞ്ഞിട്ട് പ്രവാചകരോട് സലാം പറഞ്ഞിട്ട് സംസാരിക്കുന്നതാരാ? അല്ലാഹുവിന്റെ പ്രവാചകരെ ഒളിച്ചിരുന്ന കുഞ്ഞു പാറയാ. നമ്മുടെ മുത്തുനബി ഒരിക്കലും സാധാരണക്കാരനല്ല. നമ്മുടെ പ്രവാചകരോട് പർവ്വതങ്ങൾ സംസാരിച്ചത് ചരിത്രമല്ലേ? നമ്മുടെ മുത്തുനബിയോട് കല്ലുകളെ സലാം പറഞ്ഞിട്ടില്ലേ? നമ്മുടെ പ്രവാചകന്റെ മുമ്പ് വന്ന സങ്കടത്തിന്റെ കണ്ണീരിന്റെ കഥ പറഞ്ഞ മാൻപേടയുടെ ചരിത്രം എന്റെ പ്രിയപ്പെട്ടവരെ മറന്നു പോവല്ലേ? മരങ്ങൾ വേലുകൾ കാലുകളാക്കിയിട്ട് പ്രവാചകന്റെ മുമ്പ് കൊച്ചുമക്കളെ പോലെ വല്ല കണ്ണീരിന്റെ കഥകൾ പറഞ്ഞത് മദീനയുടെ ചരിത്രമാണ്, മദീനയുടെ ചരിത്രമാ. ആ പ്രവാചകർ ആ പാറയിൽ നിന്ന് ഇറങ്ങുകയാണ്. സിദ്ദീഖിന്റെ കൈ പിടിച്ചുകൊണ്ട് വീണ്ടും ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബി ഇനി നമ്മൾ എവിടെ ഒളിച്ചിരിക്കുക? കാരണം ഈ ചെറിയ പാറ നബിയോട് പറഞ്ഞു, നബിയെ ഇവിടെ ഒരിക്കലും ഇരിക്കരുത്, കാരണം ഞാൻ ചെറിയൊരു പാറയല്ലേ, ഒരു കുഞ്ഞു പർവ്വതല്ലേ, ഇവിടെ ഒളിച്ചിരുന്ന എന്ത് വന്നാലും ശത്രുക്കളെ നിങ്ങൾ കണ്ടുപിടിക്കും. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു വീണ്ടും ഇങ്ങനെ നടക്കുകയാണ്. അൽഹംദുലില്ലാഹ്, ഈ ഫാനിന്റെ സ്പീഡ് കുറച്ചാണെങ്കിൽ റാഹത്തായി. അൽഹംദുലില്ലാഹ്, വലിയ റാഹത്തിൽ ഇങ്ങനെ സന്തോഷത്തോടെ. രാത്രി സമയമാണ്, എന്നാലും എങ്ങോട്ടാണ് പോകുന്ന അറിയില്ല. അങ്ങനെ പോവുകയാ. ഒരുപാട് നടന്നു പോയപ്പോൾ ഇനിയുണ്ടായ ഏറ്റവും ഒരു അത്ഭുതമാണ് എന്റെ പ്രിയപ്പെട്ടവരെ പറയാൻ പോകുന്നത്. പ്രവാചകരെ പോകാം, രാത്രി സമയം, മക്കയുടെ മണ്ണിലൂടെ നടന്നു പോകുമ്പോൾ അതാ പ്രവാചകരോട് സംസാരിക്കുകയാണ്. മർഹബൻ യാ റസൂലല്ലാഹ്, മർഹബൻ യാ ഹബീബല്ലാഹ്, ഇങ്ങ് വരൂ നബിയേ, ഇങ്ങോട്ട് വരൂ തങ്ങളെ, ഇങ്ങോട്ട് വരൂ നബിയേ, ഞാൻ തരാ നബിയേ, നിങ്ങൾക്കൊരു ഉമ്മയെ പോലെ ഞാൻ അഭയം തരാൻ തങ്ങളെ. മർഹബൻ യാ റസൂലല്ലാഹ്, എന്നിലേക്ക് കയറി വരൂ നബിയേ എന്ന് പറഞ്ഞിട്ട് പ്രവാചകരോട് സലാം പറഞ്ഞിട്ട് മർഹബ പാടിയിട്ട് മുത്ത് റസൂലുള്ളാഹിനെ വിളിച്ചതാരാണ്? മക്കയുടെ മണ്ണിൽ തല ഉയർത്തി നിൽക്കുന്ന സൗർ പർവ്വതമാ. സൗർ പർവ്വതം പ്രവാചകരോട് സംസാരിക്കുകയാണ്. ഒരു മനുഷ്യൻ സംസാരിക്കുന്ന ലാഘവത്തോടെ അല്ലാഹുവേ, മക്കയിലെ സൗർ പർവ്വതം പ്രവാചകരോട് പറയുന്ന നബിയേ, ഈ പർവ്വതത്തിന്റെ മുകളിലോട്ട് കയറി വരൂ നബിയേ, എന്റെ ഗുഹയുടെ മുകളിൽ ഒരു ചെറിയ, എന്റെ പർവ്വതത്തിന്റെ മുകളിൽ ചെറിയ ഒരു ഗുഹയുണ്ട് നബിയേ, ആ ഗുഹക്കകത്ത് തങ്ങൾക്ക് ഞാൻ അഭയം തരാ നബിയേ. മർഹബൻ യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് പ്രവാചകരെ ക്ഷണിക്കുന്നതാരാണ്? മക്കയുടെ മണ്ണിലെ സൗർ പർവ്വതമാ. സൗർ
പർവ്വതം പ്രവാചകരെ ഇങ്ങനെ ക്ഷണിക്കുക അല്ലേ? നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ആ പർവ്വതം. അൽഹംദുലില്ലാ, എന്തൊരു രംഗമാണ് ആ പർവ്വതം ഇങ്ങനെ കാണാൻ. മക്കയുടെ മണ്ണിൽ തല ഉയർത്തി നിൽക്കുന്ന ആ സൗർ പർവ്വതം. സൗർ പർവ്വതത്തിന്റെ മുകളിലോട്ട് കയറിയവർ ആരെങ്കിലും ഉണ്ടോ ഈ സദസ്സിൽ? ഉണ്ടെങ്കിൽ ഒന്ന് കൈയുയർത്തി കാണട്ടെ. അല്ലാഹ്, അൽഹംദുലില്ലാ ഉണ്ട്. എന്നാലും കുറവാണ്. നമുക്കൊക്കെ അവിടെ കയറണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ 2 പ്രാവശ്യം കയറിയിട്ടുണ്ട്. അള്ളാഹു നമുക്ക് തന്ന ആഫിയത്ത് എടുത്തു കളയുന്നതിന് മുമ്പ് ഒരുപാട് തവണ കയറാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് തരട്ടെ. മക്കത്തും മദീനത്തൊക്കെ നമ്മൾ പോകും, എന്നാലും സൗർ പർവ്വതത്തിന്റെ ഒന്ന് കണ്ടുപോരും നമ്മള്. പക്ഷെ നമ്മളൊന്ന് കയറണം പ്രിയപ്പെട്ടവരെ. നമ്മുടെ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കയറിയ പർവ്വതല്ലേ ഉസ്താദെ? നിങ്ങൾക്ക് പറഞ്ഞാൽ മതി. കാരണം ആ പർവ്വതം എത്രത്തോളം ഉയരാം. ശരിയാണ്. പക്ഷേ നിങ്ങൾ മനസ്സ് വെച്ചാണ് അള്ളാഹു അത് സാധിപ്പിച്ചു തരും. നമ്മുടെ ഊരവേദന, നമ്മുടെ കാലുവേദന, എല്ലാ വേദനയും മാറും. ഇനി മരിക്കുകയാണെങ്കിൽ അവിടുന്ന് മരിക്കട്ടെ. അതല്ലേ ഏറ്റവും വലിയ തൗഫീഖ്, അതല്ലേ ഏറ്റവും വലിയ ഭാഗ്യം. അള്ളാഹു ഇതൊക്കെ കയറണം. അള്ളാഹു നമുക്ക് അതിന് തൗഫീഖ് നൽകട്ടെ. നിങ്ങൾ ഉറക്കാമയും പറയും, അള്ളാഹു നമുക്ക് അതിന് തൗഫീഖ് നൽകട്ടെ. എത്ര ചരിത്രങ്ങളാണ് ആ പർവ്വതത്തിന്റെ മുകളിൽ ഒളിച്ചു കിടക്കുന്നത് അറിയോ? ഇന്ന് നമുക്ക് എല്ലാവിധ സൗകര്യങ്ങളുണ്ട്. ആ പാറയുടെ മുകളിലൊക്കെ കയറുമ്പോ വിശ്രമിക്കാൻ അൽഹംദുലില്ലാ ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. വരിവരിയായിട്ട് ഹാജിമാര് വെള്ളവുമായിട്ട് ഇങ്ങനെ കയറുന്ന മനോഹരമായ രംഗം. അതൊരു വല്ലാത്ത ത്രില്ല് തന്നെയാണ്. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ പോകുമ്പോ എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും വേണ്ടിയില്ല, ഒരു തവണയെങ്കിലും നമ്മുടെ മുത്തിനപ്പി ചവിട്ടി ആ പാറ നമ്മളൊന്ന് ചവിട്ടണം. ആ പർവ്വതത്തിന്റെ മുകളിലെത്തുമ്പോ ആ ഒരു കഥകളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഓടി വരും. നബിതങ്ങൾ ആ പർവ്വതത്തിലേക്ക് ഇങ്ങനെ നോക്കി. കാരണം ഉയരത്തിലാണല്ലോ, വലിയ പർവ്വതല്ലേ. ഇന്നെല്ലാ സൗകര്യം. അന്ന കാലത്ത് അതൊന്നുമില്ല. ആടുകളാണ്, വലിയ സങ്കടങ്ങളാണ്, പ്രയാസങ്ങളാണ്. പക്ഷേ പ്രവാചകർ ആ പർവ്വതത്തിന്റെ മുകളിലോട്ട് ഇങ്ങനെ നോക്കി, എങ്ങനെ റബ്ബേ ഈ പർവ്വതം കയറുക. അപ്പോഴാണ് പർവ്വതം പറയുകയാണ്, ഒരു മനുഷ്യൻ പറയുന്നത് പോലെ പ്രവാചകരോട് പറയുകയാണ്, തങ്ങളെ ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായില്ലേ നബിയേ, തങ്ങൾക്ക് ഈ പർവ്വതത്തിന്റെ മുകളിലോട്ട് കയറി വരാൻ പ്രയാസമാണെങ്കിൽ ഞാനൊന്ന് ചെറുതാവാ നബിയേ, ഞാനൊന്ന് ചെറുതായി തങ്ങളുടെ മുമ്പിലേക്ക് വരാം നബിയേ. വേണ്ട, നീ അവിടെ തന്നെ നിന്നാൽ മതി സൗർ പർവ്വതമേ എന്ന് പറഞ്ഞിട്ട് സിദ്ദീഖുലൊക്കെ തങ്ങളെ കൈപിടിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കയറുകയാണ്. ആ പർവ്വതത്തിന്റെ മുകളിലോട്ട് കയറുകയാണ്. സൗർ പർവ്വതത്തിന്റെ മുകളിലെത്തിയപ്പോൾ ജിബ്രീൽ എന്ന മാലാഖ പറഞ്ഞ നബിയേ, ഇവിടെ മനോഹരമായ ഒരു ഗുഹയുണ്ട് നബിയേ, ആ ഗുഹക്കകത്ത് തങ്ങൾ ഇറങ്ങി അഭയം നൽകണം തങ്ങളെ. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞ നബിയേ, ഞാൻ ഇറങ്ങട്ടെ റസൂലേ, ആദ്യം ആ ഗുഹയുടെ ഉള്ളിലേക്ക് ഇറങ്ങാം. കാരണം എന്താണ്? ഇന്ന് വരെ മനുഷ്യൻ താമസിക്കാത്ത ഗുഹയാണ്. അതിന്റെ അകത്ത് പാമ്പുകൾ ഉണ്ടാകാം, അതിന്റെ അകത്ത് തേളുകൾ ഉണ്ടാവാം, അതിന്റെ അകത്ത് ഇഴജന്തുക്കൾ ഉണ്ടാവാം തങ്ങളെ. അതുകൊണ്ട് അതിന്റെ ഉൾഭാഗത്തേക്ക് ഞാൻ ആദ്യം ഇറങ്ങിയിട്ട് അതിന്റെ ഉൾഭാഗം ഞാൻ ഫ്രഷ് ചെയ്യട്ടെ, ക്ലീൻ ചെയ്യട്ടെ. പിന്നെ പ്രവാചകരെ ഗുഹയുടെ പുറത്തിരുത്തിയിട്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതിന്റെ അകത്തേക്ക് ഇറങ്ങുകയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെയ്തത് എന്താ? താരീഖ് മദീന എന്ന കിതാബിന്റെ അകത്ത് ഈ ചരിത്രം പറയുന്നുണ്ട്. മഹാനവറുകൾ അവിടത്തെ കയ്യിലുള്ള ശീല കൊണ്ട് വസ്ത്രം എടുത്തിട്ട് ഓരോ പൊത്തുകളും 9 മാളങ്ങൾ സൗർ ഗുഹയുടെ ഉള്ളിലുണ്ടായിരുന്നു എന്നാണ്. എത്ര മാളങ്ങള്? 9 മാളങ്ങൾ. ഓരോ മാളങ്ങളും അടച്ച് 8 മാളങ്ങളും അടച്ചപ്പോ തന്റെ കയ്യിലുള്ള ശീല തീർന്നു പോയി. ഒരു മാളം മാത്രം ബാക്കിയായി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിട്ടില്ല, വെറുതെ വിട്ടില്ല. കാരണം ഇതിലായിരിക്കുമോ ഏതെങ്കിലും ഒരു പാമ്പുണ്ടെങ്കിൽ എന്റെ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറങ്ങുമ്പോ അതിന്റെ ഒരു പ്രയാസം വരാൻ പാടില്ലല്ലോ. അതാണ് മുഹബ്ബത്ത് റസൂൽ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇടത് കാലിന്റെ തള്ളവിരൽ നേരങ്ങ് പ്രസ് ചെയ്ത് പിടിച്ചു. എന്നിട്ട് 2 കൈയും മുകളിലോട്ട് ഉയർത്തിയിട്ട് ഇറങ്ങി വരൂ നബിയെ. മുത്തുനബിയുടെ കൈ പിടിച്ച് സിദ്ദീഖ് തങ്ങളെ കൈ പിടിച്ച് നബി തങ്ങൾ പതിയെ പതിയെ ഇങ്ങനെ ഇറങ്ങിപ്പോയി. ഇന്നും സൗർ ഗുഹയുടെ ഉള്ളിൽ ഇറങ്ങിയവർക്കറിയാം, നമുക്ക് നേരെ അങ്ങോട്ട് ചാടി ചെല്ലാൻ പറ്റൂല. കൈയൊക്കെ അവിടെ ഇവിടെയും പിടിച്ച് പതിയെ പതിയെ ചെരിഞ്ഞിട്ടേ ആ ഗുഹയുടെ ഉള്ളിലേക്ക് ഇന്നും നമുക്ക് ഇറങ്ങാൻ കഴിയുള്ളൂ. അള്ളാഹു അതിനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് നൽകട്ടെ. അങ്ങനെ ആ ഗുഹയുടെ ഉള്ളിലേക്ക് ഇറങ്ങിയപ്പോ 8 കാലികൾ വന്ന് മുത്ത് റസൂലുള്ളാഹിനെ മഹബ്ബത്ത് വെച്ചു വലനേതു. കാരണം 8 കാലി വലനേതാൽ അഥവാ ഇസ്ലാമിന്റെ ശത്രുക്കളെങ്ങാനും പുറത്തു നിന്ന് ഉള്ളിലേക്ക് നോക്കുമ്പോ ഇത് 8 കാലികൾ വലനേത ഗുഹയാണ്, ഇവിടെ ആൾ താമസം ഉണ്ടാവില്ല എന്ന് കരുതിയിട്ട് അവര് തിരിച്ചു പോവാൻ വേണ്ടി മേടപ്രാവുകൾ വന്നിട്ട് അടയിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ആ ഗുഹയുടെ ഉള്ളിൽ സിദ്ദീഖ് തങ്ങളെ മടിയിൽ ഇങ്ങനെ തലവെച്ച് കിടക്കുകയാണ്.
ക്ഷീണമുള്ള നബിയല്ലേ, 2 ദിവസമായില്ലേ മക്കത്തിൽ നിന്ന് പോന്നിട്ട് പെട്ടെന്ന് തന്നെ പ്രവാചകർ ഉറങ്ങിപ്പോയി. സിദ്ദീഖുൽ അക്ബർ തങ്ങളെ മടിയിൽ ഇങ്ങനെ തലവെച്ചുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകർ ഉറങ്ങുകയാണ്. അപ്പോഴാണ് പ്രിയപ്പെട്ടവരെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാലുകൊണ്ട് അടച്ച ഗുഹയുണ്ടല്ലോ, മാളമുണ്ടല്ലോ, അതിന്റെ അകത്തുണ്ടായിരുന്ന സർപ്പമതാ സിദ്ദീഖ് തങ്ങളെ കാലിൽ നിവത്തുകയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാലെടുത്തില്ല. രണ്ടാമത്തെ തവണ കൊത്തുകയാണ്, കാലെടുത്തില്ല. മൂന്നാമത്തെ തവണ ആഞ്ഞു കൊത്തുകയാണ്, കാലെടുത്തില്ല. കാരണം എന്താ? ഞാനെങ്ങാനും കാലെടുത്തു കഴിഞ്ഞാല് എന്റെ ശരീരമെങ്ങാനും മനങ്ങിയാൽ എന്റെ മടിയിൽ സുഖനിദ്രയോടെ കിടന്നിറങ്ങുന്ന മുത്ത് റസൂലുള്ളാഹിന്റെ ആ ഉറക്കങ്ങ് നഷ്ടപ്പെടും എന്ന് കരുതിയിട്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വേദന കടിച്ച് പിടിച്ചുകൊണ്ട് സഹിച്ചിരിക്കുകയാണ്. അല്ലാഹുവേ, സിദ്ദീഖ് തങ്ങളുടെ ശരീരത്തിലാകെ വേദന അടിച്ചു കയറി സഹിക്കാൻ സിദ്ദീഖ് തങ്ങളെ കരഞ്ഞുപോയെന്നാണ്. ഒരു തുള്ളി കണ്ണുനീര് പ്രവാചകന്റെ മുഖത്തേക്ക് അങ്ങ് ഊറ്റി വീണപ്പോ അല്ലാഹുവിന്റെ പ്രവാചകർ ചോദിച്ചു, എന്ത് പറ്റി സിദ്ദീഖേ? ഈ ഗുഹക്കകത്ത് എന്താണ് നിങ്ങൾക്ക് പ്രയാസമുള്ളത്? നിങ്ങൾ കരയുന്നത് എന്തിനാ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നടന്നതെല്ലാം പറയുകയാണ്, നബിയേ, ഈ ഗുഹക്കകത്തുണ്ടായിരുന്ന എല്ലാ മാളങ്ങളും ഞാൻ അടച്ചിരുന്നു തങ്ങളെ. ഒരു മാളം മാത്രം ബാക്കിയായിരുന്നു, അതിലുള്ള സർപ്പം എന്റെ കാലിൽ കൊത്തി റസൂലേ. പ്രവാചകർ ഉടനെ തന്നെ പരിശുദ്ധമായ തുപ്പിനീരെടുക്കുകയാണ്. അവിടുത്തെ മുഅ്ജിസത്തിന്റെ കൈയല്ലേ, ആ കയ്യിലേക്ക് പ്രവാചകരുടെ ശറഫുള്ള ഉമിനീരെടുത്തിട്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സർപ്പം കൊത്തിയ ഭാഗത്ത് തടവി കൊടുക്കുകയാണ്. അൽഹംദുലില്ലാഹ്, ആ വേദന അങ്ങ് മാഞ്ഞു പോവുകയാണ്. ചന്ദ്രനെ കണ്ട് പിളർപ്പാക്കിയ മുഅ്ജിസത്തിന്റെ കയ്യാണ്. പാവപ്പെട്ട സ്വഹാബത്ത് വന്നിട്ട് വെള്ളമില്ല നബിയെ, ഞങ്ങൾ പട്ടിണിയാണ് എന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുഅ്ജിസത്തിന്റെ കൈ പാത്രത്തിലേക്ക് വെച്ചു കൊടുത്ത് ആ 2 വിരലിന്റെ കടയിലൂടെ വെള്ളം കൊണ്ടുവന്നത് ബുഖാരി ഉദ്ധരിച്ചിട്ടില്ലേ? അല്ലാഹുവിന്റെ പ്രവാചകരെ മുഅ്ജിസത്തിന്റെ കൈ കൊണ്ട് തടവിയപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വേദന അങ്ങ് മാറി. ഉടനെ തന്നെ നബി തങ്ങൾ ചോദിച്ചു, സിദ്ദീഖേ, നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ഗുഹക്കകത്തിന് ആവശ്യമുണ്ടോ? എനിക്കല്പം വെള്ളം വേണം നബിയെ. നബി തങ്ങൾ പറഞ്ഞു, വെള്ളം വേണമെങ്കിൽ ഗുഹയുടെ പുറത്തുനിന്ന് ഇറങ്ങിയാലേ അവിടെ നല്ലൊരു തടാകം ഉണ്ടാവും, നിങ്ങൾ അതിൽ നിന്ന് വെള്ളം കുടിച്ചു വാ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉടനെ തന്നെ ചോദിച്ചു, എങ്ങനെ റസൂലേ അതിന്റെ പുറത്ത് തടാകം ഉണ്ടാകുന്നത്? കാരണം നമ്മൾ ഈ ഗുഹയുടെ ഉള്ളിലേക്ക് കയറി പോന്നപ്പോ അങ്ങനെ ഒരു തടാകം നമ്മൾ കണ്ടിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് അവിടെ തടാകം ഉണ്ടാകുന്നത്? നിങ്ങൾ ചെല്ലുക സിദ്ദീഖ്. കാരണം എന്താ? നിങ്ങളെ കൽബ് നിറയെ ഞാനാണ്. എനിക്ക് വേണ്ടി വീട് വിട്ടിറങ്ങിയില്ലേ നിങ്ങളെ കണ്ണ് നിറയെ ഞാനല്ലേ, നിങ്ങളെ ഹൃദയം നിറയെ ഞാനല്ലേ. അതുകൊണ്ട് എന്നെ നിറച്ചു കൊണ്ട് നടക്കുന്ന ഹൃദയത്തിന്റെ അകത്ത് ഒരു ആഗ്രഹം വന്നു കഴിഞ്ഞാൽ അള്ളാഹു അത് സാധിപ്പിച്ചു തരും എന്ന് പറഞ്ഞിട്ട് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു വെള്ളം കുടിക്കാൻ വേണ്ടി ഗുഹയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ, ഇനി നമ്മൾ പറയുന്ന ചരിത്രം, ആ ഗുഹയുടെ ഉള്ളിൽ നിന്ന് സിദ്ദീഖ് തങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ ഗുഹക്കകത്തുണ്ടായ ഒരു നല്ല മനോഹരമായ കഥ ഞാൻ പറഞ്ഞു തരാം. ഒരു 3 സ്വലാത്ത് നല്ല ശബ്ദത്തിൽ ചൊല്ലി, അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ചൊല്ലു, അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. നീയോവൽ മൈദഹരായി പാരച്ചോ വെച്ച മുഹമ്മദാ, ബദറിനോ ബാദൻ ലംഘിടോരെ കാണുവാൻ വീതി ഏകല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. എല്ലാ ആളുകളും ആ കൈപ്പിടിച്ച് ചുംബിച്ച് നിങ്ങളെ കണ്ണു മുഖമൊക്കെ തടവി എല്ലാവരും അള്ളാഹു ഈ കണ്ണിനെ കൊണ്ട് മുത്തുനബിയെ കാണാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകട്ടെ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വെള്ളം കുടിക്കാൻ വേണ്ടി ഗുഹയിൽ നിന്ന് പുറത്തിറങ്ങിയ സമയം പുന്നാര റസൂലുള്ളാഹി സൂറ ഗുഹയുടെ ഉള്ളിൽ തനിച്ചാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഗുഹയുടെ ഉള്ളിൽ തനിച്ചിരിക്കുമ്പോഴാണ് അഫ്വൻ യാ റസൂലല്ലാഹ്, അസ്സലാമു അലൈക്കും യാ റസൂലല്ലാഹ്, നബിയെ മാപ്പ് തരുമോ നബിയെ, എന്നോട് മാപ്പാക്കണം തങ്ങളെ എന്ന് പറഞ്ഞിട്ട് സൗർ ഗുഹയുടെ ഉള്ളിൽ നിന്ന് പ്രവാചകരോട് സംസാരിക്കുന്നത് ആരെന്നറിയോ? സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാലിന് കൊത്തിയ സർപ്പമുണ്ടല്ലോ, ആ സർപ്പപദാ മാളത്തിൽ നിന്ന് തലപ്പുറത്തേക്ക് ഇട്ടിട്ട് പ്രവാചകരോട് പറയുകയാണ്, അഫ്വൻ യാ റസൂലല്ലാഹ്, മാപ്പ് തരണം നബിയേ, എനിക്ക് മാപ്പാക്കണം നബിയേ, എനിക്കറിയാം ഞാൻ കൊത്തിയത് നിങ്ങളെ കൂട്ടുകാരനായ സിദ്ദീഖുൽ അക്ബർ തങ്ങളെയാണെന്ന് എനിക്കറിയാം, ഞാൻ തങ്ങളോടുള്ള മഹബ്ബത്ത് കൊണ്ടാണ് സിദ്ദീഖിന്റെ കാലിൽ കൊത്തിപ്പോയത് റസൂലേ, ഞാൻ തങ്ങളെ കാണാൻ വേണ്ടി പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ ഗുഹക്കകത്ത് വന്നിരുന്ന പാമ്പാണ്. അല്ലാഹുവേ, സൗർ ഗുഹയുടെ ഉള്ളിൽ നിന്ന് പാമ്പ് പ്രവാചകരോട് പറയുകയാണ്, നബിയേ, ഞാൻ സുലൈമാൻ നബിയുടെ കാലഘട്ടത്തിൽ ജീവിച്ച പാമ്പാണ്. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹു ഒരുപാട് കഴിവ് കൊടുത്ത നബിയാണ്. മനുഷ്യരോട് മാത്രമല്ല ജിന്നുകളോട് സംസാരിക്കാൻ കഴിവ് കൊടുത്ത നബിയാ. പർവ്വതങ്ങളോട് സംസാരിക്കാൻ, കല്ലുകളോട് സംസാരിക്കാൻ, കാറ്റിലൂടെ വേഗത്തിലൂടെ സഞ്ചരിക്കാൻ പടച്ചതമ്പുരാനെ പവർ കൊടുത്ത നബിയാണ്. ഉറുമ്പുകളുടെ സംസാരം തിരിച്ചറിയാനുള്ള കഴിവ് അല്ലാഹു സുലൈമാൻ നബിക്ക് കൊടുത്തിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെയാണ് സുലൈമാൻ നബിയുടെ ക്ലാസുകൾക്ക് മനുഷ്യരെ പോലെ ജിന്നുകൾ വരാറുണ്ട്, പാമ്പുകൾ വരാറുണ്ട്, ഇഴജന്തുക്കൾ വരാറുണ്ട്, ഉറുമ്പുകൾ വരാറുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകരുടെ മഹത്വം പറയുന്ന മനോഹരമായ സദസ്സിൽ നിന്ന് ഈ സന്മനസ്സിന്റെ നഗറിൽ മുത്ത് റസൂലുള്ളാഹിന്റെ മധു കേൾക്കാമെന്നവരെ, അന്ന് കാലത്ത് സുലൈമാൻ നബി മദ്ഹു റസൂൽ പ്രഭാഷണം നടത്തുമ്പോ നിങ്ങളെ പോലെ മനുഷ്യർ വന്നിരുന്ന പ്രഭാഷണം കേൾക്കാൻ ജിന്നുകൾ വന്നിരുന്ന, പാമ്പുകൾ വന്നിരുന്ന കാരണമെന്താ? പ്രവാചകനെ മഹബത്ത് വെക്കുന്ന ഒരാൾക്ക് മദ്ഹു റസൂലിന്റെ പ്രഭാഷണ വേദി ഒഴിവാക്കാൻ മനസ്സ് വരൂല. പ്രവാചകനെ മഹബത്ത് വെക്കുന്നവരെ മുത്ത് റസൂലുള്ളാഹിനെ കൽബിന്റെ അകത്ത് ഇഷ്കിന്റെ വാനം പാടിയായി കൊണ്ടു നടക്കുന്നവരെ, ആ മുത്തുനബിയുടെ പുറകെ പാടുന്ന സദസ്സൊഴിവാക്ക, ആ പ്രവാചകന്റെ മതക പാടുന്ന മതക പറയുന്ന സദസ്സൊഴിവാക്ക. ഈമാനുള്ളവരെ നമ്മെ കൊണ്ട് കഴിയില്ല. അതുകൊണ്ടല്ലേ സന്മനസ് നഗറിന്റെ പരിസരത്ത് എത്രയോ നേരത്തെ പ്രിയപ്പെട്ട ഉമ്മമാര് തരിച്ചുകൂടി വന്നത്. അല്ലാഹുവേ, ഈ സദസ്സ് വന്ന മുഴുവൻ ഉമ്മമാർക്കും നീ സ്വർഗം കൊടുക്കണമല്ലോ. ഈ സദസ്സ് വന്ന മുഴുവൻ ഉപ്പമാർക്കും ചെറുപ്പക്കാർക്കും കുഞ്ഞുമക്കൾക്കും അല്ലാഹുവേ മുത്തുനബിയുടെ പൊരുത്തം നൽകണമല്ലോ. അന്ന് സുലൈമാൻ നബിയുടെ ക്ലാസ് കേൾക്കാൻ വന്ന പാമ്പ് മുത്തുനബിയുടെ മഹത്വം എങ്ങനെ പറഞ്ഞപ്പോ സുലൈമാൻ നബി ചോദിച്ചു, സുലൈമാൻ നബിയോട് ഈ പാമ്പ് ചോദിച്ചു, നബിയെ, നിങ്ങൾ ഈ മഹത്വം പറഞ്ഞ മുത്തുനബി ഉണ്ടല്ലോ, എന്താ കാണാൻ ഒരു വകുപ്പുണ്ടോ? നിങ്ങൾ ഈ വല്ലാതെ ഇങ്ങനെ പവർ പറയുന്ന മുഹമ്മദ് എന്ന പ്രവാചകനെ കുറിച്ച് നിങ്ങൾ ഇങ്ങനെ മഹത്വം പറയുന്നു. നമ്മൾ മാത്രമല്ല പ്രിയപ്പെട്ടവരെ മുത്തുനബിയുടെ പേരിൽ മധു റസൂൽ പ്രഭാഷണം നടത്തിയത്. സുലൈമാൻ നബിയും ഓരോ അമ്പിയാക്കളും നബിമാരെ കുറിച്ച് മദഹ് പറയാറുണ്ട്. പാമ്പ് ചോദിച്ചു, നബിയെ, ആ നബിയെ കാണാൻ, മുഹമ്മദ് എന്ന നബിയെ കാണാൻ വലിയ അവസരമുണ്ടോ? സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു പാമ്പിനോട്, നിങ്ങൾക്ക് ആ നബിയെ കാണണമെങ്കിൽ മക്ക എന്ന രാജ്യത്തെ സൗർ ഗുഹയുടെ മുകളിൽ ചെന്നിരുന്നാൽ ആ പ്രവാചകനെ നിങ്ങൾക്ക് കാണാൻ കഴിയും. കാരണം സിദ്ദീഖ് തങ്ങളെ കൈപിടിച്ചുകൊണ്ട് ഒരു കാലത്ത് മുത്തുനബി ആ ഗുഹയുടെ ഉള്ളിലേക്ക് വരുന്നുണ്ട്. അല്ലാഹുവേ, അന്ന് ഇറങ്ങിയതാണ് തങ്ങളെ കാണാൻ വേണ്ടി അന്ന് ഞാൻ ഇറങ്ങിയതാണ്. ഓരോ ദിവസവും ഈ ഗുഹയുടെ ഉള്ളിരുന്ന് തങ്ങളെങ്ങനെ കാത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് റസൂലേ പ്രകാശത്തിന്റെ ദീപവുമായിട്ട് തങ്ങൾ ഈ ഗുഹക്കകത്ത് വന്നത്. ഞാൻ ഈ ഗുഹയുടെ ഉള്ളിലിരിക്കുന്ന കാലത്തോളം ഇതിന്റെ അകത്ത് ഇരുട്ടാണ്. പക്ഷേ തങ്ങൾ ഈ ഗുഹയിലേക്ക് കാലുവെച്ചപ്പോ ഇതിന്റെ പരിസരം ഇങ്ങനെ പ്രകാശിക്കുന്നു. നബിയേ, ഞാൻ തങ്ങളെ പ്രകാശിക്കുന്ന മുഖമങ്ങനെ മാളത്തിലിരുന്ന് കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ശീല കൊണ്ട് അടക്കുകയാണ്. അപ്പുറത്തെ മാളത്തിലൂടെ വന്ന് തങ്ങളെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് സിദ്ദീഖ് തങ്ങൾ ആ മാളകം ഒന്ന് അടക്കുന്നത്. നബിയേ, അത്ഭുതമായിട്ട് ആ പാമ്പ് പറയുന്ന, നബിയേ, എല്ലാ മാളത്തിലൂടെയും തങ്ങളെ ഞാൻ കാണുമ്പോ സിദ്ദീഖ് തങ്ങൾ വന്ന് അടക്കുമ്പോ അവസാനത്തെ മാളത്തിലൂടെ തങ്ങളെ പ്രകാശിക്കുന്ന മുഖം കാണുന്ന സമയത്താണ്
സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാലുകൊണ്ട് അടച്ചുപോയത് റസൂലേ. തങ്ങളെ കാണാൻ ചെറിയൊരു തടസ്സം വന്നപ്പോഴാണ് ഒരു തവണ ഞാൻ കുത്തിയത് റസൂലേ. സിദ്ദീഖ് തങ്ങളെ കാലെടുത്തില്ല, അപ്പോഴാണ് ഞാൻ രണ്ടാമത്തെ തവണ കുത്തിയത് നബിയേ. 3 തവണ ആഞ്ഞു കുത്തിയത് എന്തിനാണ്? സിദ്ദീഖ് തങ്ങൾ കാലെടുത്തിട്ട് തങ്ങളെ പ്രകാശിക്കുന്ന മുഖമെന്ന് കാണാൻ വേണ്ടിയാണ് നബിയേ. അപ്പോൾ യാ റസൂലല്ലാഹ്, എനിക്ക് മാപ്പ് തരണം നബിയേ, എന്നോട് മാപ്പാക്കണം റസൂലേ. ഈ പാമ്പ് സൗരഗുഹയുടെ ഉള്ളിൽ നിന്ന് മുത്തു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സംസാരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, അങ്ങനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വെള്ളം കുടിച്ചിട്ട് ഗുഹയുടെ ഉള്ളിലേക്ക് വന്നപ്പോ പോയ സമയത്ത് പോലെയല്ല, നല്ല പുഞ്ചിരിക്കുന്ന മുഖത്തോടെ വന്നത്. സിദ്ദീഖ്, നിങ്ങൾക്ക് വെള്ളം കിട്ടിയോ? കിട്ടി നബിയെ. നിങ്ങൾ വല്ലാത്തൊരു സംഭവം തന്നെ. കാരണം ഈ ഗുഹയുടെ മുകളിലേക്ക് വന്നപ്പോ ഇങ്ങനൊരു അരുവിയൊന്നും നമ്മൾ കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെയാണ് റസൂലേ ഞാൻ പുറത്തിറങ്ങിയപ്പോ അവിടെ അരുവി വന്നത്? അള്ളാഹുവിന്റെ റസൂൽ അവിടുന്ന് പറഞ്ഞ ഒരേ ഒരു വാക്കാണ് നമുക്കുള്ള സമാധാനം. പ്രിയപ്പെട്ടവരെ, എനിക്കും നിങ്ങൾക്കുമുള്ള ഒരേ ഒരു സമാധാനം ആ ഒരു വാക്കാ. സിദ്ദീഖുൽ അക്ബർ തങ്ങളോട് പറഞ്ഞു, സിദ്ദീഖേ സങ്കടപ്പെടണ്ട, നിന്റെ ഹൃദയത്തിന്റെ അകത്ത് ഞാനാണെങ്കിൽ എന്നെ കൊണ്ട് നടക്കുന്നവരുടെ ഹൃദയത്തിന്റെ അകത്തൊരു ഉദ്ദേശം വന്നാൽ അത് കാണാൻ അഖിലാണ്ടത്തിന്റെ അതവനായ പടച്ചതമ്പുരാനെ കഴിയുമെന്ന് ലോകത്തിന്റെ തിരുദൂതരേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഒരു വാക്കാണ് നമുക്ക് സമാധാനം. നമ്മുടെ കൽബ് നിറയെ നബിയാണ്. നമുക്ക് മുത്തുനബിയെ മഹബത്ത് വെച്ച് കൊണ്ടു നടക്കണം. നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് നബി തങ്ങൾക്കൊരു സ്ഥാനം വേണം. എന്നാലേ നമ്മുടെ ഹൃദയത്തിൽ ഒരു ആഗ്രഹം വന്നാൽ അള്ളാഹു അത് സാധിപ്പിച്ചു തരും. അങ്ങനെ 11 ദിവസം കഴിഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ആ ഗുഹയിൽ നിന്ന് പുറത്തിറങ്ങി അൽഹംദുലില്ലാഹ് മദീനത്തേക്ക് പോകാം. മദീനയിലേക്ക് ഇങ്ങനെ മനോഹരമായിട്ട് ഇങ്ങനെ നടന്നുപോയി ഒരുപാട് ദൂരം യാത്ര ചെന്നു. പകലും രാത്രിയും മാറി മറിഞ്ഞ് ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കാം. നമ്മൾ ഇന്ന് മക്കത്ത് നിന്ന് മദീനത്ത് പോകുമ്പോ നല്ല റാഹത്ത്, നമുക്ക് നല്ല വാഹനത്തിൽ AC-യൊക്കെയുള്ള ബസ്സിൽ നല്ല റാഹത്തിലാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. പക്ഷെ നമ്മളൊന്ന് ചിന്തിക്കുക, എന്റെ പുന്നാര റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹുവേ ഈ മരുഭൂമികൾ ഈ മാമലകൾ താണ്ടി കടന്നിട്ടാണല്ലോ എന്റെ മുത്തുനബി. അന്ന് വാഹനമില്ല, പ്രകാശങ്ങളില്ല, ഭക്ഷണങ്ങളില്ല, ധരിക്കാൻ ചെരുപ്പ് പോലുമില്ല. അങ്ങനെയാണ് പ്രവാചകർ ചെല്ലുന്നത്. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുപാട് നടന്നു പോവുകയാണ്. പ്രവാചകർക്ക് ചെറിയൊരു ക്ഷീണം വരികയാണ്. ക്ഷീണം വന്ന ഉടനെ തന്നെ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ വന്ന് പറയുന്നു, റസൂലേ തങ്ങൾക്ക് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടോ നബിയേ? ഭക്ഷണം കഴിച്ചിട്ടില്ലല്ലോ നബിയേ, ഇനി തങ്ങൾ സങ്കടപ്പെടല്ല നബിയേ എന്ന് പറഞ്ഞിട്ട് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു വന്നിട്ട് പ്രവാചകന്റെ മുമ്പിൽ ഒരു കൊച്ചുകുട്ടിയെ പോലെ ഇരുന്ന് കൊടുത്തിട്ട് പറയാ, എന്റെ മുകളിൽ കയറണം നബിയേ, എന്റെ പിരടയിൽ തോളത്ത് തങ്ങൾ കയറൂ റസൂലേ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ തോളത്ത് മുത്ത് റസൂലുള്ളാഹിനെ വെച്ചുകൊണ്ട് മദീനയിലേക്ക് പോവുകയാണ്. ഒരുപാട് മാമലകളും കല്ലുകളും മുള്ളകളും താണ്ടി മദീന ആ മദീന എന്ന ലക്ഷ്യത്തോടെ നീങ്ങുകയാണ്. സർവ്വ ഉദ്ദേശത്തോടെ, മനസ്സിന്റെ അകത്ത് റാഹത്തോടെ, സന്തോഷത്തോടെ. കാരണം മക്കയെ പോലെയല്ലല്ലോ മദീന. പിറന്ന നാട്ടുകാരായ മക്കക്കാര് കല്ലെറിഞ്ഞപ്പോ അതിന് പകരമായി 1000 പൂച്ചെണ്ടുകൾ നൽകാൻ മദീനയുടെ കുഞ്ഞുമക്കൾ ഞങ്ങളെ കാത്തിരിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകർ മദീനത്ത് വരുന്നു എന്ന വാർത്ത അറിഞ്ഞപ്പോ മദീനക്കാര് മദീനയുടെ ബൗണ്ടറിയിൽ വന്ന് തടിച്ചുകൂടുകയാണ്. കുഞ്ഞുമക്കളൊക്കെ കുളിച്ചൊരുങ്ങി പുതിയ വസ്ത്രം ധരിഞ്ഞ് ദഫുമായിട്ട് അല്ലാഹുവിന്റെ പ്രവാചകരെ സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങുകയാ. അങ്ങനെയാണ് മുത്ത് റസൂലുള്ളാഹി സിദ്ദീഖ് തങ്ങളെ കൈപിടിച്ചുകൊണ്ട് മദീനയുടെ മണ്ണിലേക്ക് വെക്കുമ്പോ റബീഉൽ അവ്വൽ മാസത്തിലാണ് പ്രവാചകർ മദീനയിൽ വരുന്നത്. സയ്യിദുൽ ബശർ എന്ന കിതാബ് ഈ ചരിത്രം നമുക്ക് പറഞ്ഞു തരികയാണ്. പരിശുദ്ധമായ റബീഉൽ അവ്വലിലെ പകലിലാണ് പ്രവാചകർ ആദ്യമായി മദീനയിലെത്തുന്നത്. മദീനയുടെ ബൗണ്ടറിയിലേക്ക് വന്നപ്പോ തോല്ലങ്ങൾ ബദറോ علينا من ثنيات الوداع وجب الشكر علينا هذا لله ندائي يا نبي سلام عليكم يا حبيب سلام عليكم صلوات الله عليكم
പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിൽ യാ നബി സലാം നമ്മൾ പാടാറില്ലേ? അൽ ബദ്ർ ബൈത്ത് പാടാറില്ലേ? പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം നമ്മൾ പാടുന്നത് എന്തിനാണ്? ഇതെല്ലാം നമ്മൾ മദ്ഹ് പാടുന്നത് എന്തിനാണ്? നമുക്ക് മുമ്പേ പാടിയല്ലേ മദീനയിലെ കുഞ്ഞുമക്കളാ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിൽ വന്ന സമയത്ത് അല്ലാഹുവേ മദീനക്കാർ യാ നബി സലാം ബൈത്ത് പാടിയിട്ട് പ്രവാചകരെ സ്വീകരിച്ചു എന്നാ. അതുകൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഓരോ റബീഉൽ അവ്വൽ കടന്നു വരുമ്പോ നമ്മുടെ ഭവനത്തിന്റെ അകത്ത് തൊലഅൽ ബദ്ർ ബൈത്ത് പാടുന്നവരെ, നമ്മുടെ ഭവനത്തിന്റെ അകത്ത് ബുർദ പാടുന്നവരെ, ഇടമറിയാതെ സന്മനസ്സിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ പ്രവാചകന്റെ പേരിലുള്ള മദീനയുടെ സദസ്സ് സംഘടിപ്പിക്കുന്നത് അന്ന് മദീനക്കാരെ സംഘടിപ്പിച്ചത് കൊണ്ടാണ്. അന്ന് മദീനയുടെ കുഞ്ഞുമക്കൾ മൗലിദ് പാടിയത് കൊണ്ടാണ്. അൽഹംദുലില്ലാഹ് മദീനയിലെത്തിയല്ലോ. മദീനയിലെത്തിയപ്പോ പ്രവാചകർക്ക് വലിയ സമാധാനമാവുകയാണ്, വലിയ റാഹത്താവുകയാണ്. മദീനയിലെത്തിയ ഉടനെ തന്നെ മുത്ത് റസൂലുള്ള ചെന്നതങ്ങോട്ടാണ്, ഒരു അൻസാരിയായ സ്വഹാബിയുടെ വീട്ടിലേക്കാണ്. 3 ദിവസം ആ സ്വഹാബിയുടെ വീട്ടിൽ അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ താമസിക്കുകയാണ്. 3 ദിവസം മനോഹരമായി മദീനയുടെ മണ്ണിൽ പ്രവാചകർ താമസിക്കുകയാണ്. അങ്ങനെയാണ് പ്രവാചകർ പറഞ്ഞു മദീനക്കാരോട് പറയുകയാണ്, ഇനി നമുക്ക് മദീനത്തൊരു പള്ളി വേണം സഹാബാ. ഈ മദീനയുടെ മണ്ണിൽ നമുക്കൊരു പള്ളി വേണ്ടേ? മദീനയുടെ മണ്ണിൽ ആദ്യമായിട്ട് പ്രവാചകർ പള്ളി വെക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, മുത്ത് റസൂലുള്ള മദീനയുടെ മണ്ണിൽ ആദ്യമായി നിർമ്മിച്ച പള്ളി ഏതെന്നറിയോ? ഇന്നും എന്റെ പ്രിയപ്പെട്ടവർ മദീനത്തിൽ എന്നാൽ കാണാൻ കഴിയുന്ന പള്ളിയാണ് മസ്ജിദുൽ ഖുബാ. മസ്ജിദുൽ ഖുബാ ആ മനോഹരമായ പള്ളിയാണ്. അല്ലാഹുവിന്റെ പ്രവാചകർ മദീനയിൽ ആദ്യമായി നിർമ്മിച്ച പള്ളിയാണ്. അതുകൊണ്ടാണ് പ്രവാചകർ പറഞ്ഞത്, നിങ്ങൾ ആരെങ്കിലും മദീനത്ത് എന്നിട്ട് ഞാൻ ആദ്യമായി നിർമ്മിച്ച് സുജൂദ് ചെയ്ത മസ്ജിദുൽ ഖുബയിൽ ചെന്ന് ആരെങ്കിലും 2 റക്അത്ത് നമസ്കരിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് അല്ലാഹുവിനോട് പറഞ്ഞാലും അല്ലാഹു നിങ്ങൾക്കത് സാധിപ്പിച്ചു തരുമെന്നാണ്. ഇനി നമ്മൾ മക്കത്ത് പോകുമ്പോ മദീനത്ത് പോകുമ്പോ മറക്കല്ലേ അല്ലാഹുവിന്റെ പ്രവാചകർ ആദ്യമായി നിർമ്മിച്ച മസ്ജിദുൽ ഖുബ മറക്കല്ലേ. അവിടെ ചെന്ന് 2 റക്അത്ത് നമസ്കരിക്കാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നൽകണം അല്ലാഹ്. അല്ലാഹു നമുക്ക് നല്ല തൗഫീഖ് നൽകട്ടെ. ഞാൻ 2 റക്അത്ത് നിസ്കരിച്ചിട്ടുണ്ട് ആ മസ്ജിദുൽ ഖുബയിൽ നിന്ന്. അല്ലാഹു എനിക്കതിന്റെ ഭാഗ്യം തന്നിട്ടുണ്ട്. ഞാൻ നമസ്കരിച്ചതിന്റെ ഉടനെ ആദ്യമായി ഞാൻ ദുആ ചെയ്തത് എന്തെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകർ ആദ്യമായി സുജൂദ് ചെയ്ത മദീനയിലെ പള്ളിയല്ല, അല്ലാഹു ഇജാബത്ത് തരുന്ന പള്ളിയാണ്. ആ പള്ളിക്കകത്ത് പൊട്ടിക്കരഞ്ഞ് ഞാൻ ആദ്യമായി ദുആ ചെയ്തതാർക്കാണ്? എന്നെ പ്രസവിച്ച് എന്റെ പ്രിയപ്പെട്ട ഉമ്മ, എന്റെ എല്ലാം ആരുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മ ഇന്ന് 7 മാസമായി ഖബറിന്റെ അകത്താണ്. അല്ലാഹുവേ സ്വർഗ്ഗം കൊടുക്കണം അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട ഉമ്മച്ചിക്ക് വേണ്ടിയാണ് മുത്ത് റസൂലുള്ള മദീനയിൽ നിർമ്മിച്ച 1ാമത്തെ പള്ളിയിൽ കിടന്നുകൊണ്ട് ഈ പ്രിയപ്പെട്ടവൻ ദുആ ചെയ്തതെങ്കിൽ ഈ സന്മനസ്സിന്റെ മനോഹരമായ മദ്ഹ് റസൂലിന്റെ വേദിയിൽ വന്ന ഓരോരുത്തരോട് ഞാൻ പറയാ, നിങ്ങൾ മദീനയിൽ പോകുമ്പോ മസ്ജിദുൽ ഖുബ മറക്കല്ലേ. അല്ലാഹുവിന്റെ റസൂൽ ആദ്യമായി സുജൂദ് ചെയ്ത പള്ളിയാണ്. നിങ്ങളെ കൽബിന്റെ അകത്ത് ഒരുപാട് ആഗ്രഹങ്ങളില്ലേ പ്രിയപ്പെട്ടവരെ? ആ മദീനയിലുള്ള കഥ പറയുന്ന മദീനയുടെ മസ്ജിദുൽ ഖുബയിൽ കിടന്നുകൊണ്ട് നിങ്ങൾ എന്ത് പറഞ്ഞാലും അല്ലാഹു നിങ്ങൾക്ക് ഇജാബത്ത് തരുന്നതാണ്. അല്ലാഹു നമുക്ക് അവിടെ വീണ്ടും പോവാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് തരട്ടെ. മറക്കാമീൻ പറഞ്ഞു അല്ലാഹു തരട്ടെ. അല്ലാഹു സ്വീകരിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു. കാരണം എന്താ അറിയോ? ഒരു 5 കാശ് ചെലവില്ലാതെയാണ് ഞാൻ മദീനത്ത് പോയത്. ഞാനതെല്ലാ സദസ്സിലും പറയലുണ്ട്. കഴിഞ്ഞ വർഷം റബീഉൽ അവ്വൽ മാസത്തിൽ കഥ പറയുന്ന മദീനയുടെ 1ാം ഭാഗം നമ്മുടെ എറണാകുളത്തെ കലൂരിൽ വെച്ച് ഇങ്ങനെ പ്രസംഗിക്കുമ്പോൾ അന്ന് മദീനത്ത് പോയിട്ടില്ല. മദീന കാണണമെന്ന ആഗ്രഹം വെച്ച് ഞങ്ങൾ ഒരു 3 സ്വലാത്തിൽ ഇൽമിന്റെ സദസ്സുണ്ട്. അൽഹംദുലില്ലാഹ് ആ സ്വലാത്ത് പരിപൂർണമായി ദുആ ചെയ്യുന്നതിന് മുമ്പ് തന്നെ കലൂരിലെ അഷ്റഫ് അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ, അല്ലാഹു ആ കുടുംബത്തിന് സന്തോഷം കൊടുക്കട്ടെ, ഉസ്താദിനെ മദീനത്തിൽ ഞാൻ കൊണ്ടുപോകാം എന്ന് പറഞ്ഞിട്ട് ഏറ്റെടുത്തു. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു നല്ലൊരു സന്തോഷം ലഭിച്ച സദസ്സ് അഷ്റഫൊക്കെയാണ് എന്നെ ആദ്യമായിട്ട് മദീനത്ത് കൊണ്ടുപോയത്. ഞാനിത് പറഞ്ഞത് ഒരു 5 കാശ് എനിക്ക് ചെലവായിട്ടില്ല. കാരണം എന്താ? ഇൽമിന്റെ സദസ്സിൽ നിന്ന് നിങ്ങൾക്ക് മദീന കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ ഒരു 3 സ്വലാത്തിൽ ഞാൻ പോവാം.
മറ്റുള്ള ചിന്തകളൊക്കെ മാറ്റിവെച്ച് ഇൽമിന്റെ സദസ്സല്ലേ, നമ്മളിവിടെ ആരെയും കുറ്റം പറയൂല, ആരെയും ഗൈബത്ത് പറയൂല. നമ്മുടെ ലക്ഷ്യം മുത്തുനബിയുടെ പൊരുത്തമാണ്. ആ ഒരു ലക്ഷ്യം വെച്ചിട്ട് മദീനയുടെ ചരിത്രം തുടക്കം മുതൽ ഒടുക്കം വരെ നമ്മൾ ബുർദ കൊണ്ട് മുത്തുനബിയുടെ മൗലിദ് കൊണ്ട് തുടങ്ങി പ്രഭാഷണത്തിലൂടെ മുത്തുനബിയെ മദീനക്കാരെ സ്വീകരിച്ചപ്പോ ദഫ് മുട്ടിയിട്ടാണ് സ്വീകരിച്ചത്. ഇനി മദീനയുടെ കഥ പറഞ്ഞിട്ട് ഈ സദസ്സ് നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ നമ്മുടെ ബിസ്മില്ലാ കുഞ്ഞുമക്കൾ അള്ളാഹു അവർക്ക് ബറക്കത്ത് കൊടുക്കട്ടെ. ഇവിടെ വന്ന് മദ്ഹ് പാടിയ എല്ലാ മക്കൾക്കും അള്ളാഹു ബറക്കത്ത് കൊടുക്കട്ടെ. ആ മക്കളുടെ ദഫിന്റെ അകമ്പടിയോടുകൂടി ദുആ ചെയ്തിട്ട് ഇൻഷാ അല്ലാഹ് എല്ലാവരും പിരിഞ്ഞു പോകാൻ പാടുള്ളൂ. നേരൊന്നും വല്ലാതെ വൈകൂല. ഇൻഷാ അല്ലാഹ് മദീന കാണണം എന്ന ആഗ്രഹം മാത്രം മനസ്സിൽ. പച്ചക്കുപ്പ കാണാത്തവരാരുമില്ലല്ലോ. ആ ഫോട്ടെങ്കിലും നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടോ ഉസ്താദേ? ഇനി അടുത്ത റബീഉൽ അവ്വലിന് മുമ്പ്, അതല്ലെങ്കിൽ ഈ കണ്ണുകൾ അടക്കുന്നതിന് മുമ്പ് മദീനയിൽ ചെന്നിട്ട് നേരെ പച്ചക്കുബ കാണണം. അള്ളാഹു നമുക്ക് ഇതിന് തൗഫീഖ് നൽകട്ടെ. നിങ്ങൾ ആമീൻ പറയും. അള്ളാഹു നമുക്ക് ഇതിന് തൗഫീഖ് നൽകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെല്ലാവരും എഴുന്നേറ്റുന്നൊരു 3 സ്വലാത്തില്ല. ഉപ്പമാർക്കും പ്രയാസമുള്ളവർക്കൊക്കെ ഇരിക്കാം. നല്ല ശബ്ദത്തിൽ ചെല്ലണം. അൽഹംദുലില്ലാഹ്. ഒന്നുകൂടി ഫ്രണ്ടിലോട്ട് ഇൻഷാ അല്ലാഹ് കയറി വരും. എന്റെ കൂട്ടുകാരൊക്കെ ഒന്നുകൂടി എല്ലാ ഉപ്പമാരും ഇൻഷാ അല്ലാഹ് ഫ്രണ്ടിലെ ചെയർ കൂടി ഒഴിവാക്കിയാൽ നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കൊക്കെ ഇൻഷാ അല്ലാഹ് കയറി റോട്ടിലെ ആളുകളൊക്കെ ഇൻഷാ അല്ലാഹ് കയറിയിരിക്കുകയാണെങ്കിൽ സന്തോഷം. അൽഹംദുലില്ലാഹ്. ഫ്രണ്ടിലെ ചെയർ ഒന്നുകൂടി ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. നല്ല സദസ്സാണ്. നിറഞ്ഞ ചെറുപ്പക്കാര്, നിറഞ്ഞ കുഞ്ഞുമക്കൾ, ഉപ്പമാര്. അള്ളാഹുവേ ആരെയും നീ വെറുതെയാക്കില്ല റബ്ബേ. ഒരു ചെയർ ഇൻഷാ അല്ലാഹ് ഫ്രണ്ടിൽ നമ്മൾ ബാക്കിയാക്കരുത്. കാരണം പിറകിൽ വരുന്ന കൂട്ടുകാർക്കൊക്കെ ഇരിക്കാം. ഇൻഷാ അല്ലാഹ് നമ്മൾ വല്ലാതെ മെഴുകൂല. നല്ല ആവേശമുള്ള ദഫ് നടക്കാൻ പോകുന്ന സദസ്സാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് 3 സ്വലാത്ത് എല്ലാവരും ഇൻഷാ അല്ലാഹ് സദസ്സിലേക്ക് കയറിക്കാം. നല്ല ശബ്ദത്തിൽ 3 സ്വലാത്ത് ചെല്ലണം. ഈ സ്വലാത്തിൽ നിന്ന് മറ്റുള്ള ചിന്തകളൊക്കെ മാറ്റിവെച്ച് റബ്ബേ മദീന കാണണം എന്നൊരാഗ്രഹം വെച്ചിട്ടാവണം. അള്ളാഹു ഈ സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് മദീനത്തെ ഞങ്ങളെ എത്തിക്കുമാറാവട്ടെ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ചൊല്ലു അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ദിയോവൽ മൈദരായി പാടച്ചോ വെച്ച മുഹമ്മദാ. ബദറിലോ ബദൽ എങ്കിലുള്ളോരെ കാണുവാൻ നീതി ഏകല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. എല്ലാവരും മുഖം തടവിട്ട് അല്ലാഹുവേ നീ സ്വീകരിക്കണമല്ലാ, നീ കബൂൽ ചെയ്യണമല്ലാ. ഈ സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് മദീന കാണാൻ ഭാഗ്യം നൽകണമല്ലാ. ഈ കണ്ണുകൾ അടയുന്നതിന് മുമ്പ് മുത്തുനബി ഉറങ്ങുന്ന മദീന, ആ മദീന കാണാൻ ഭാഗ്യം നൽകണമല്ലാ. മദീന കാണിക്കാതെ ഞങ്ങളെ മരിപ്പിക്കല്ല അല്ലാഹ്. കബൂലാക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇൻഷാ അല്ലാഹ് നമ്മുടെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാർ ഇൻഷാ അല്ലാഹ് ബക്കറ്റ് മാറ്റി വരുന്നുണ്ട്. എല്ലാവരും നല്ല സംഭാവന എടുക്കണം. അല്ലാഹു കബൂലാവട്ടെ. നല്ലൊരു സംഭാവന ഇൻഷാ അല്ലാഹ്. മദീന കാണണമെന്ന് ആഗ്രഹിച്ചിട്ടാവട്ടെ നമ്മുടെ സംഭാവന. മദീനത്ത് പോകാം. നമുക്കൊക്കെ അല്ലാഹു അതിന് തൗഫീഖ് നൽകട്ടെ. നമുക്കൊക്കെ അല്ലാഹു അതിന് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ കൂട്ടുകാർ ഇതിനു വേണ്ടി ഒരുപാട് കഠിനാധ്വാനം നടത്തിയിട്ടുണ്ട്. അവര് വേറൊരു ആഗ്രഹമൊന്നും പറഞ്ഞിട്ടില്ല. നല്ലൊരു മധുര